ഇന്ന് നമുക്ക് ഓയിലിംഗ് ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഞാനിവിടെ ഹോട്ട് ഓയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഓയിലിംഗ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഹെയർ ഫുള്ളായിട്ട് നമ്മളൊന്ന് എടുത്ത് നോക്കണം. നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉണ്ടോ, സ്പ്ലിറ്റ്നെസ് ഉണ്ടോ, അതേപോലെ തന്നെ ഒട്ടും മാനേജബിൾ അല്ലാതെ ഭയങ്കര ഫ്രിസി ആയിട്ട് ഇരിക്കുവാണോ നമ്മൾ ആദ്യം തന്നെ നോക്കണം. ഇപ്പം നമുക്ക് ഫ്രിസിനെസ്സും ഡ്രൈനെസ്സും ഒക്കെ ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള പായ്ക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം. ഇനിയിപ്പോൾ നമുക്ക് സ്പ്ലിറ്റ്നെസ്സിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നത് നല്ലതായിരിക്കും. എന്ന് കരുതി ഒരുപാട് ലെങ്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കയറ്റി കണ്ടിക്കാതിരിക്കുക കേട്ടോ. ചെറുതായിട്ട് ആ ഒരു പ്രശ്നം ഉള്ളിടം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. ഒരുപാട് കട്ട് ചെയ്യരുത്. നമുക്ക് ഹെയറിൻ്റെ ലെങ്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് ലെങ്ത് പോകാനും ഹെയറിൻ്റെ ഗ്രോത്ത് ഒരുപാട് താമസിക്കാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉള്ളിടം മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിടുക കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹെയറിൻ്റെ കെട്ടുകളും ഉടക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പാറി പറന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഹെയർ ആണ് നമ്മളിങ്ങനെ കൈവച്ചിട്ട് കെട്ടഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് മുടി പൊട്ടിപ്പോവാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ് കൈവച്ച് എടുത്താലും. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ഡ്രോപ്പ് നമുക്ക് ഓയിൽ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ 1-2 ഡ്രോപ്പ് ഓയിൽ മാത്രം എടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഹെയറിൽ നിന്ന് നമുക്ക് ഉടക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കാണെങ്കിൽ ഹെയർ ഒന്ന് ചീകി എടുക്കാം. ചീകുമ്പോഴത്തേക്ക് പല അകലമുള്ള ചീപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കണം. പിന്നെ നമുക്ക് ഹെയറിൻ്റെ എൻഡ് മുതൽ വേണം ചീകി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ സ്കാൽപ്പ് മുതൽ നമ്മൾ ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ സ്കാൽപ്പ് മുതൽ ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ കെട്ടും കാര്യങ്ങളുമൊക്കെ ഹെയറിലോട്ട് താന്ന് വന്നിട്ട് അത് പൊട്ടിപ്പോവാൻ ഇങ്ങനെ വലിഞ്ഞ് പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഹെയറിൻ്റെ എൻഡ് മുതൽ ചീകി കൊടുക്കാനായിട്ട് നോക്കാം. ഇനി നമുക്ക് സ്കാൽപ്പ് ഫുള്ളായിട്ട് നമുക്ക് ചീകി കൊടുക്കണം കേട്ടോ. സ്കാൽപ്പ് എന്ന് വെച്ചാൽ സ്കാൽപ്പ് മുതൽ ഹെയറിൻ്റെ എൻഡ് വരെ നമുക്ക് ചീകി എടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നാച്ചുറലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ നമ്മുടെ ഹെയർ ചീകി കൊടുക്കണം. ചീകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിൽ ഒന്ന് നന്നായിട്ടൊന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് തൊടുന്ന രീതിയിൽ വേണം നമ്മൾ ചീകി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ അത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മുടെ സ്കാൽപ്പിൽ കൊള്ളിച്ച് ചീകി എടുക്കാൻ വേണ്ടി നോക്കുക. എന്ന് കരുതി നമ്മൾ സ്കാൽപ്പിനെയോ അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിനെയോ ഒന്നും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചീകി കൊടുക്കാനും പാടില്ല. നമ്മൾ ജസ്റ്റ് നമുക്ക് ആ ഒരു ഓയിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് എത്തിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്കാണെങ്കിൽ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷൈനിങ്, ഒരു സ്മൂത്ത്നെസ്, ഈ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു ഹെയർ നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിലും കാര്യങ്ങളൊന്നും നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് എത്താത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 മിനിറ്റോളം നമ്മളൊന്ന് ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ നമുക്ക് ഹെയർ ഫുള്ളായിട്ട് എത്തിക്കാനും ഈ ഒരു ഡ്രൈനെസ്സും സ്പ്ലിറ്റ്നെസ്സും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചീകി എടുക്കുക കേട്ടോ. എന്ന് കരുതി വലിച്ചു വാരി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ചീകി എടുക്കരുത് കേട്ടോ. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്കാൽപ്പ് മസാജിങ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഒരുപാടങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും ഒന്നും ചെയ്യാതിരിക്കുക. ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് കട്ടിയായിട്ടൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കാതെ ഭയങ്കര ലൈറ്റായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമുക്ക് ഹെയർ ഗ്രോത്തും മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ രാവിലത്തെ ഹെയർ കെയറിലും വൈകിട്ടത്തെ ഹെയർ കെയറിലും ഒക്കെ നന്നായിട്ട് ഈ ഒരു മസാജിങ് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. എങ്കിലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പം ഒട്ടും സമയമില്ലാതെ ഭയങ്കര ബിസി ആയിട്ട് അല്ലെങ്കിൽ ജോലിക്കും സ്കൂളിലും പഠിക്കാനും ഒക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പായ്ക്കുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തവരായിരിക്കും. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡെയിലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എങ്കിലും നമുക്ക് സമയമുള്ളപ്പം നന്നായിട്ട് തന്നെ ഒരു ഡീപ്പ് ഓയിലിങ്ങും ഒരു ഹോട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് നമുക്ക് ഓയിലിങ്ങിൽ വെച്ച്.
അങ്ങനെ നമുക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഓയിൽ എടുക്കുക, നന്നായിട്ടൊന്ന് ഹോട്ട് ഓയിൽ ചെയ്യുന്ന മെത്തേഡൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ചെയ്ത ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാവർക്കും പാക്കുകളും കാര്യങ്ങളൊന്നും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിലിങ് മാത്രം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു നല്ലൊരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്തു പോകാനും അത്യാവശ്യം നമുക്ക് ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഹെയർ മാനേജബിളായിട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റും. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെയറിന് ആവശ്യമുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിട്ട് കാച്ചുന്നത്. അപ്പോൾ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഹെയറിന് ആയിട്ടുള്ള മുടി ഊരുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഡ്രൈനെസ് മാറാനും ഹെൽത്തി ആയിട്ട് ഹെയർ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്താണല്ലോ നമ്മളിപ്പോൾ കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പം കാച്ചിയ എണ്ണ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമുക്കിപ്പോൾ പാക്കുകളും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലും ലെങ്തിലും നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. ലെങ്തിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈനെസ്സും സ്പ്ലിറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര ഒട്ടും തന്നെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മുടെ ഹെയറിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഭയങ്കരമായിട്ട് ഡ്രൈയും ഫ്രിസിയൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലെങ്തിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് കരുതി ഒഴുകുന്ന രീതിയിലൊന്നും തേച്ച് കൊടുക്കേണ്ട, അത്യാവശ്യം ആവശ്യത്തിന് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പം ഈ ഒരു ഓയിലിങ് കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാനാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴും, മിക്കവാറും അങ്ങനെയാണെന്ന് തോന്നുന്നു എല്ലാവരും, അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ 2 മണിക്കൂർ വരെ നമ്മുടെ ഹെയറിൽ അങ്ങനെ ആ ഒരു ഓയിൽ വെക്കാം. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ആകാൻ വേണ്ടിയിട്ട്, എല്ലാ ഗുണങ്ങളും വരണ്ടായോ, അതുവരെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ഷാമ്പു വാഷ് തന്നെ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ ആ ഒരു ഓയിലിങ് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. നമുക്കിപ്പം 2 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കത് കൂടുതൽ സമയം വെക്കേണ്ടതോ കൂടുതൽ നാളത് വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ ഹെയറൊക്കെ ഒന്ന് കുനിച്ചിട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡ്, ഇതും എല്ലാവർക്കും അറിയാവുന്ന കേട്ടോ. നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഇതുവഴി ഒരുപാട് കൂടുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും നമ്മൾ എല്ലാവരും ഹെയർ കെയറിൽ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതും. അങ്ങനെ നമുക്ക് 1-2 മിനിറ്റ് ഇങ്ങനെ കുനിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യാം. നേരെ ഇരുന്നിട്ട് മസാജ് ചെയ്യണം, അത് 1-2 മിനിറ്റ് അതും മസാജ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു 2 മണിക്കൂർ നമുക്ക് ഹെയർ ഒന്ന് കെട്ടി തന്നെ വെക്കണം, അഴിച്ചൊന്നും ഇടരുത്, കെട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം നല്ലൊരു ഷാമ്പു വാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നമ്മുടെ ഹെയറിനകത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള, എന്ന് വെച്ചാൽ ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും കാര്യങ്ങളൊക്കെ മാറും. പിന്നെ നമുക്ക് ഹെയർ കൂടുതലായിട്ട് ഒന്ന് നോക്കാനും കെയർ ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെ അത്യാവശ്യം നമുക്ക് ആണെങ്കിൽ എന്താ പറയുക, ഹെയർ ആണെങ്കിൽ ഊരിപ്പോവും. എന്ന് വെച്ചാൽ നമുക്കിത് നാച്ചുറലി ഊരിപ്പോകുന്നതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയും പോയിട്ടുണ്ട് കേട്ടോ. ഇതിലും കൂടുതൽ നമുക്ക് ആണെന്നാണെങ്കിൽ അതൊരു മുടി കൊഴിച്ചിൽ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിപ്പം നാച്ചുറലായിട്ട് എല്ലാവർക്കും പൊഴിയുന്നത് പോലെ തന്നെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.